ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലിൻ. ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് പ്രകാശം സഞ്ചരിക്കുക 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന വേഗതയിലാണെന്നും ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ പ്രകാശത്തിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുക ഇല്ല എന്നും. പക്ഷെ ഇവിടെ പ്രകാശത്തിൻ്റെ വേഗമെന്ന് നമ്മൾ പറയുന്ന 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ വേഗതയുടെ പരിധിയാണ്. മാസുള്ള ഏതൊരു വസ്തു സഞ്ചരിക്കുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ ആ വസ്തുവിൻ്റെ വേഗം കൂടുന്നതിനനുസരിച്ച് റിലേറ്റീവ് മാസിലും വർധനവുണ്ടാകുന്നു. ഇതിനെ തുടർന്ന് മാസുള്ള ഏതൊരു വസ്തുവിനെയും യൂണിവേഴ്സിൻ്റെ വേഗതയുടെ പരിധിയായ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഊർജത്തിൻ്റെ ആവശ്യം വേണ്ടിവരും. പ്രകാശത്തിന് പ്രപഞ്ചത്തിൻ്റെ വേഗതയുടെ പരിധിയായ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ എന്ന വേഗതയിൽ എത്തുവാൻ സാധിക്കുക പ്രകാശം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. കാരണം പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണികകളായ ഫോട്ടോണുകൾക്ക് മാസ് ഇല്ലാത്തതിനാൽ തന്നെ ശൂന്യതയിൽ കൂടി അവയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ പരമാവധി വേഗതയിൽ എത്തുവാനായി സാധിക്കുന്നു. നമ്മൾ സാധാരണ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഫ്യുവൽ റോഡുകൾക്ക് ചുറ്റുമുള്ള കൂളൻറ്റിലും റേഡിയേഷൻ ഷീൽഡുകളായി ഉപയോഗിക്കുന്ന സ്പെൻ ഫ്യുവൽ പൂളുകളിൽ നിന്നും വളരെ വിചിത്രമായ ഒരു നീലപ്രകാശം പുറത്തു വരുന്നതായി നമുക്ക് കാണാം. എന്താണ് ഈ നീലപ്രകാശത്തിൻ്റെ പുറകിലുള്ള രഹസ്യം? പ്രകാശത്തെക്കാൾ വേഗതയിൽ ഒന്നും സഞ്ചരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതേ പ്രകാശത്തെക്കാൾ വേഗതയിൽ കണികകൾ സഞ്ചരിക്കുന്നതിൻ്റെ നേർചിത്രമാണ് ചെരങ്കോവ് റേഡിയേഷൻ എന്ന ഈ പ്രതിഭാസം. പ്രകാശത്തിന് അതിൻ്റെ പരമാവധി വേഗതയിൽ സഞ്ചരിക്കുവാൻ സാധിക്കുക ശൂന്യതയിൽ മാത്രമാണ്. എന്നാൽ ശൂന്യതയിൽ നിന്നും മാറി പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗതയിലും അതാത് മാധ്യമത്തിനനുസരിച്ചുള്ള മാറ്റം വരുന്നു. ഇപ്പോൾ ഒരു നദിയിലെ ഓളങ്ങൾ സഞ്ചരിക്കുന്നതിലും വേഗതയിൽ ഒരു സ്പീഡ് ബോട്ട് സഞ്ചരിക്കുന്നതായി ചിന്തിക്കുക. ഇതിനെ തുടർന്ന് വി ഷേപ്പിലുള്ള ഓളങ്ങൾ രൂപം കൊള്ളുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. ഇതിനെയാണ് നമ്മൾ വെയ്ക്കുകൾ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നോ കോസ്മിക് കിരണങ്ങളിൽ നിന്നോ പുറത്തു വരുന്ന ചാർജുള്ള കണികകളായിട്ടുള്ള പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ പോലുള്ളവ ഒരു ഗ്ലാസ് അതുമല്ലെങ്കിൽ വെള്ളം പോലുള്ള ഡൈലക്ട്രിക് മാധ്യമങ്ങളിൽ കൂടി കടന്നു പോകുന്ന സമയം ഇതേ മാധ്യമങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന പ്രകാശത്തിൻ്റെ വേഗത ശൂന്യതയിൽ സഞ്ചരിക്കുന്ന പ്രകാശവുമായി താരതമ്യേന കുറവായിരിക്കും. ഇതിനെ തുടർന്ന് ഇതേ മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്ന കണികകൾ ഈ മാധ്യമത്തിൽ കൂടി സഞ്ചരിക്കുന്ന പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് അവയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന് ഡിസ്റ്റർബൻസസ് ഉണ്ടാകുകയും പാർട്ടിക്കിളുകൾക്ക് ഊർജം നഷ്ടമാകുകയും ചെയ്യുന്നു. ഈ നഷ്ടപ്പെടുന്ന ഊർജം പുറത്തു വരിക നീല പ്രകാശത്തിൻ്റെ രൂപത്തിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ ചെരങ്കോവ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പുറത്തു വരുന്ന പ്രകാശം പരക്കുക ഒരു ഫ്ലാഷ് ലൈറ്റിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തിന് സമാനമായ കോൺ ഷേപ്പിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഡ് ബോട്ടിൻ്റെ ഉദാഹരണത്തിൽ വെയ്ക്കുകൾ രൂപം കൊള്ളുക ഒരു 2 ഡയമെൻഷണൽ സർഫസ് ആയതിനാൽ തന്നെ വി ഷേപ്പിലായിരിക്കും. എന്നാൽ ഒരു 3D സ്പേസിൽ നടക്കുമ്പോൾ വെയ്ക്കുകൾ രൂപം കൊള്ളുക കോൺ ഷേപ്പിലുമായിരിക്കും. മാത്രവുമല്ല, ഫ്രാങ്ക് ടാം ഫോർമുല അനുസരിച്ച് വേവ് ലെന്ത് കുറഞ്ഞ അൾട്രാ വയലറ്റും നീലയും വയലറ്റ് പ്രകാശങ്ങളുമായിരിക്കും ചുവപ്പിനെക്കാളും മഞ്ഞയേക്കാളും പുറത്തു വരിക. കൂടാതെ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് നീല നിറത്തോട് കൂടുതൽ സെൻസിറ്റീവ് ആയതിനാൽ തന്നെ പുറത്തു വരുന്ന പ്രകാശം ബ്രൈറ്റ് ബ്ലൂ കളറായാകും നമ്മൾ തിരിച്ചറിയുക. 1934 റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകളിൽ പഠനം നടത്തിയിരുന്ന റഷ്യൻ ഫിസിസ്റ്റായിരുന്ന പാവൽ ചെരങ്കോവാണ് ഈ പ്രതിഭാസത്തെ തിരിച്ചറിയുന്നത്. തുടർന്ന് ഇലിയ ഫ്രാങ്കോ, ഇഗോർ ടോമും ചേർന്നുമായി നടത്തിയ വിശദമായ പഠനങ്ങളിലൂടെ ഇതിനു പിന്നിലുള്ള ശാസ്ത്രം അവർ വിശദീകരിക്കുകയും 1958 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ഇതിൻ്റെ എക്സ്പ്ലനേഷന് അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇത്രയുമാണ് ചെരങ്കോവ് റേഡിയേഷനെ കുറിച്ചുള്ള വളരെ കൊച്ചു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. സോ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ
മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയുക. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.